നമസ്കാരം. ഗാസയിലെ ഏറ്റവും ഒടുവിലത്തെ ഒരു സിറ്റുവേഷൻ പരിഗണിക്കുന്ന ഒരു വീഡിയോ ആയി ഇതിനെ കാണുക. ഏറെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഗാസയുടെ നരഹത്യ അല്ലെങ്കിൽ വംശഹത്യ, ജെനോസൈഡ് അവിടെ നടക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട്. അതുമാത്രമല്ല, ഇസ്രയേലിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യവുമാണ്. പരിഹരിക്കപ്പെടാതെ 1.5 വർഷമായി തുടരുന്ന ഗാസ യുദ്ധം, ഗാസ ആക്രമണം, ഇസ്രയേൽ ഹമാസ് ആക്രമണം ഗാസയെ ചൊല്ലിയുള്ളതാണ്. അവിടെ ഇപ്പോൾ ഉരുത്തിരിയുന്ന ചിത്രമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരു പരിധിവരെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വെളിയിൽ വരികയാണ്. അതായത് ഗാസയെ പൂർണ്ണമായി ഇങ്ങെടുക്കാൻ ഒരു പക്ഷേ പറ്റില്ലായിരിക്കാം, അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകും. ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനും ആവും എന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ തോതിലുള്ള സഹായവും സഹകരണവും ഒക്കെ ഇസ്രായേൽ ലഭിക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ 2ാം തവണയും എത്തി. ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം അമേരിക്കയിൽ 2 തവണ സന്ദർശനം നടത്തുന്ന ഏക രാഷ്ട്ര നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ഓർക്കണം. പക്ഷേ ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യമായി അമേരിക്കയിലെത്തിയ ലോക നേതാവും ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. അപ്പോൾ നമുക്ക് തോന്നാം ടാരിഫിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നെതന്യാഹു അമേരിക്കയിലെത്തിയത് എന്ന് നമുക്ക് തോന്നാം. കാരണം 17% ടാരിഫാണ് ഇസ്രയേലിനെതിരെ അടിച്ചങ്ങോട്ട് കൊടുത്തത്. സുഹൃത്ത് രാജ്യമൊക്കെ തന്നെയാണ്, ഇന്ത്യയും സുഹൃത്ത് രാജ്യമാണ്. പക്ഷേ 27% ഇന്ത്യക്ക്, എന്നാൽ 17% ഇസ്രയേലിന്. അത് വലിയൊരു ഇടുത്തി പോലെയാണ്. ഇസ്രയേലിൽ നിന്നും കാര്യമായ കയറ്റുമതി അമേരിക്കയിലേക്കുണ്ട്, ഇറക്കുമതിയുമുണ്ട്. ആയുധങ്ങളാണ് കൂടുതലും ഇറക്കുമതി ചെയ്യുന്നത് എന്ന വ്യത്യാസം മാത്രം. അപ്പോൾ ഈ ട്രംപിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയുക എന്നുള്ളതല്ല, നല്ല പിള്ളയാണ് ആയെങ്കിലല്ലേ ഇസ്രയേലിൽ മുന്നോട്ട് പോകാനാവൂ. നല്ല പിള്ളയായിക്കൊണ്ട് ഇസ്രയേൽ പറയുന്നു, ഞങ്ങൾ പൂർണ്ണമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ പൂർണ്ണമായി ഒഴിവാക്കാൻ തയ്യാറാണ്. വ്യാപാര മെച്ചം ഞങ്ങൾക്കുണ്ട് എങ്കിൽ അതില്ല എന്ന് വെക്കാനും ഒരു ഈവൻലി പോയിസ്റ്റായ ട്രേഡ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അത് വളരെ ഗാഢമായ ഒരു ബന്ധം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ തുടരേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ ചിരിച്ചു നിൽക്കുന്ന ട്രംപിനെയും നെതന്യാഹുവിനെയുമാണ് നമ്മൾ കണ്ടത്. പക്ഷേ യഥാർത്ഥ ഉദ്ദേശലക്ഷ്യം അതല്ല. അത് ഇസ്രയേലിൻ്റെ ഒരുപക്ഷെ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ ഒരു എൻഡോഴ്സ്മെൻറ്റാണ്. ഇപ്പോൾ ട്രംപുമായി ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരിക്കാനുള്ള സാധ്യത. ഇസ്രയേൽ ഇപ്പോൾ 1 കിലോമീറ്റർ ബഫർ സോൺ, ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഗാസ വരെയുള്ള 1 കിലോമീറ്റർ, ഗാസയ്ക്ക് ചുറ്റും ഉള്ള 1 കിലോമീറ്റർ ഇസ്രായേൽ ഒരു ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ നിലവിൽ ഡി ഫാക്ടോ 3 കിലോമീറ്റർ വരെ ആ ബഫർ സോൺ വ്യാപിച്ചിരിക്കുന്നു. ഈ പ്രദേശത്ത് ഇസ്രയേലിൻ്റെ ടാങ്കുകൾക്ക് സമീപം 500 മീറ്റർ വരെ, അത് 1/2 കിലോമീറ്റർ വരെ അടുത്ത് ഗസയിലെ ആളുകൾ, പൗരന്മാർ, കുട്ടികളോ സ്ത്രീകളോ ഹമാസിൻ്റെ പോരാളികളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, വന്നു കഴിഞ്ഞാൽ അവരെ ഭസ്മമാക്കും എന്ന ഒരു തീരുമാനമാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60 ചതുരശ്ര കിലോമീറ്ററുകളോളം ദൂരം, അത് 265 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ പോയാൽ തന്നെ ഏതാണ്ട് 10-20 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആകും, 20-30 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആകും. പക്ഷേ അത് 60 സ്ക്വയർ കിലോമീറ്റേഴ്സും അത് വർദ്ധിപ്പിച്ച് ഏതാണ്ട് 30% ഭൂമി, അത് അയൽ പ്രദേശത്ത് ഇസ്രയേലും ഗാസയുമായി അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് എല്ലാ ഭാഗത്തും, വടക്കും കിഴക്കും തെക്കുമായി അതിർത്തി പങ്കിടുന്ന ആ ഭാഗത്തെല്ലാം തന്നെ ഒരു ഭൂമി ഇസ്രയേൽ ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ കൈവശപ്പെടുത്താനുള്ള ഒരു ഇതാണ്. അവിടെ ഒരുപക്ഷെ ഇനി ഇസ്രയേൽ പൗരന്മാരെ വെസ്റ്റ് ബാങ്കിൽ സംഭവിച്ചതുപോലെ കിബുട്സുകൾ സ്ഥാപിച്ചുകൊണ്ട്, കുടിയേറ്റ മേഖലകൾ സ്ഥാപിച്ചുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ വലിയ തോതിൽ കണ്ണായ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾ സ്ഥാപിച്ചു. അതുപോലെ ഗാസയിലും ഇനി ഇസ്രയേലി സെറ്റിൽമെൻറ്റുകളാണോ സംഭവിക്കാനുള്ളത്? ആ സെറ്റിൽമെൻറ്റുകൾക്ക് സുരക്ഷ ഒരുക്കാൻ ഇസ്രയേലിൻ്റെ ഏരിയൽ ഡോമിന് കഴിയുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഗാസയുടെ 30% മണ്ണ് ഒരു ലക്ഷ്യമായി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രസ്താവനകളിൽ ഇപ്പോൾ തെളിയുന്നു. അതിന് അമേരിക്കയുടെ കൂടി ഒരു പിന്തുണ ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ ഇപ്പോൾ സംഭവിക്കുന്ന വലിയ തോതിലുള്ള അന്താരാഷ്ട്ര ഔട്ട്ക്രൈ,
യൂറോപ്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ഉയരുന്ന ശക്തമായ താക്കീതിന് സ്വരങ്ങൾ. അതായത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തോത് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല മരണസംഖ്യ വീണ്ടും ഉയരുകയാണ്. വെടിനിർത്തലിന് ശേഷം ഒരു മാസത്തെ വെടിനിർത്തൽ സംഭവിച്ചപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു. 33 ബന്ദികളുടെ കൈമാറ്റവും അവിടെ സംഭവിച്ചു. പിന്നെ 5 ഡെഡ് ബോഡീസ്, 33 പീപ്പിൾ ഹു ആർ അലൈവ്. അതിനുശേഷം ഇപ്പോഴും 58 ബന്ദികൾ ഹമാസിൻ്റെ കസ്റ്റഡിയിൽ ഗാസയുടെ മണ്ണിലുണ്ട്. ഇസ്രായേലി പൗരന്മാരായ 58 പേരുണ്ട്. 58 59 എന്നുള്ള നമ്പേഴ്സാണ് പറയുന്നത്. അതിൽ എത്ര പേര് ജീവനോടെ ഉണ്ട് എന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇല്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഏതാനും പേർ ജീവനോടെ ഉണ്ട് എന്നത് ഉറപ്പാണ്. അവരുടെ മോചനമാണ് ഇസ്രായേലിൻ്റെ പ്രധാന അജണ്ട എന്നിരിക്കെ അവരുടെ മോചനത്തിന് വേണ്ടി കാര്യമായ നയതന്ത്ര ചർച്ചകൾ, സമാധാന ചർച്ചകൾ ഹമാസുമായി നടത്തണമെന്ന് ഇസ്രായേലിനുള്ളിൽ വർദ്ധിച്ചു വരുന്നൊരാവശ്യമുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ തീവ്ര റാഡിക്കൽ വലതുപക്ഷ വിഭാഗങ്ങൾ, സയണിസ്റ്റ് വിഭാഗങ്ങൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയുമാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സും ഒക്കെ അങ്ങനെയുള്ള വികാരം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ ഇസ്രായേൽ വഴങ്ങാൻ സാധിക്കുമോ? സാധിച്ചാൽ ഏത് ലിമിറ്റ് വരെ വഴങ്ങാൻ സാധിക്കും? ഒരിക്കൽ കൂടി വെടിനിർത്തൽ സാധ്യമാകുമോ? കുറച്ചുകൂടി ബന്ദികളെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്ന ആലോചനയുമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ പദ്ധതി എവിടെ നിൽക്കുന്നു? ഒരു വശത്ത് ട്രംപിൻ്റെ റിവിയറ പദ്ധതി എവിടെ നിൽക്കുന്നു? അതിപ്പോൾ കാര്യമായി ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന മട്ടിലാണ് ഒരു പക്ഷേ ട്രംപ് ഇപ്പോൾ പറയുന്നത്. അറബി ലോകത്തിൻ്റെ പുനരധിവാസ പാക്കേജ് നിൽക്കുന്നു, റീകൺസ്ട്രക്ഷൻ അറ്റംപ്റ്റ് നിൽക്കുന്നു. അതെല്ലാം ഒരു വശം നിൽക്കുമ്പോൾ ഇപ്പോഴിതാ മറ്റൊരു പ്രപ്പോസലുമായിട്ട് വരികയാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എങ്കിൽ മാത്രമേ ആ ചിത്രം സമഗ്രമാകൂ. 2 കോറിഡോറുകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഈ വടക്കൻ ഗാസയെയും തെക്കൻ ഗാസയെയും തമ്മിൽ വേർതിരിക്കുന്ന നെറ്റ്സാരിം കോറിഡോർ. അത് കാരണം ഗാസയ്ക്ക് വലിയ വീതിയില്ല. ഗാസയുടെ ഭാഗത്തെ ഒരു 8 കിലോമീറ്റർ മുതൽ 12 കിലോമീറ്റർ വരെ വീതിയേ ഉള്ളൂ, വടക്കും തെക്ക് വരെ. അപ്പോൾ വീതി കുറവും നീളം കൂടുതലും ഉള്ള ഒരു സ്ട്രെച്ചാണ് ഗാസ സ്ട്രിപ്പ് എന്നല്ലേ പറയുക. അപ്പോൾ ആ ഗാസ സ്ട്രിപ്പിനെ കുറുകെ മുറിക്കുന്ന ഒരു കോറിഡോർ, നെറ്റ്സാരിം കോറിഡോർ. ഏറ്റവും തെക്ക് ഈജിപ്റ്റ് അതിർത്തിയായ റാഫ അതിർത്തി ഭാഗത്തുകൂടി ഫിലഡൽഫി കോറിഡോർ എന്നൊരു കോറിഡോറുണ്ട്. ഈ 2 കോറിഡോറുകളുടെയും മധ്യത്തിൽ മറ്റൊരു കോറിഡോർ വരികയാണ്. മൊറാഗ് കോറിഡോർ എന്നാണ് അതിൻ്റെ പേര്. ആ കോറിഡോറിൻ്റെ നിർമ്മാണത്തിലാണ് ഇസ്രായേൽ. ഈ കോറിഡോറുകൾ എന്താണ് നിർമ്മിക്കുന്നത്? ആ കോറിഡോറുകളിലൂടെ ഗസയുടെ വടക്ക് നിന്ന് തെക്കോട്ടോ തെക്ക് നിന്ന് വടക്കോട്ടോ ഉള്ള പ്രയാണം, അത് ഹമാസിൻ്റെ മാത്രമല്ല ഗാസയിലെ ജനങ്ങളുടെ പ്രയാണം തടയുക വഴി. ഇതെല്ലാം ഹൈലി മിലിറ്ററൈസ്ഡ് സോൺസാണ്. ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ വലിയ ഒരു സുരക്ഷാ കവചത്തിലാണ് ഈ കോറിഡോറുകൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ കോറിഡോറുകളിലൂടെ വലിയ തോതിൽ ഗാസയുടെ ആളുകളെ സമ്മർദ്ദത്തിലാക്കുകയും അങ്ങനെ ആത്യന്തികമായി ഹമാസ് ആയുധം താഴെവെക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു സ്ട്രാറ്റജി ഇസ്രായേൽ അഡോപ്റ്റ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജി വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ഗാസയുടെ ഭൂമിയുടെ ഒരു 30% ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും അതിനുശേഷം എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്നും ഹമാസിനെ മാത്രം അരിച്ചെടുത്ത് പുറത്താക്കുകയും ചെയ്യാം എന്ന ഒരു മോഹമാണ് ഇസ്രായേൽ. ഞാൻ മോഹമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് മോഹമാണ്. അത് നടപ്പാക്കണം. 1.5 വർഷം കൊണ്ട് നടപ്പാക്കാത്തത് ഇനിയിപ്പം വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ഒക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ ഒക്കില്ല. പെട്ടെന്ന് സംഭവിപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ നീണ്ടുപോകുന്ന യുദ്ധത്തിൽ ഇങ്ങനെയുള്ള അടവുകൾ മാറ്റിപ്പിടിക്കുന്ന ഒരു തിരക്കിലാണ് ഇസ്രായേൽ ഇപ്പോൾ. അതിനോട് എങ്ങനെയാണ് ഹമാസ് പ്രതികരിക്കുന്നത്? ഇറാൻ്റെ സഹായം കുറഞ്ഞു വരികയാണ്. കാരണം ഇറാനെ നേരിട്ടിടപെടാൻ ഇപ്പോൾ ലിമിറ്റ്സ് ഉണ്ട്. കാരണം അവിടെ മുഴുവൻ അമേരിക്കൻ സർവൈലൻസ് കപ്പലുകൾ, സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഇറാനിൽ നിന്നും ഹിസ്ബുള്ള വഴി, ഹിസ്ബുള്ളയുമായി വെടിനിർത്തലാണത്, ഹിസ്ബുള്ള വഴി അല്ലെങ്കിൽ സിറിയ വഴി ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തുകയും ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്നും ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്യാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കെ ഉള്ള നിലവിലുള്ള പരിമിതമായ ആയുധശേഷി മാത്രമേ ഹമാസിന് ഉപയോഗിക്കാനാവൂ. പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏതാനും റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തേക്ക് ഗാസയുടെ മണ്ണിൽ നിന്നും ഉയർന്നു എന്ന് പറയുമ്പോൾ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല, പതിവ് പോലെ അത് സമ്മതിക്കാം. പക്ഷേ ഇപ്പോഴും ഹമാസ് ചെറുത്തു നിൽക്കുന്നു എന്ന ഒരു ചിന്ത തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു യുദ്ധവും ആ രീതിയിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായി അടിച്ചമർത്തിക്കൊണ്ട് ആധുനിക കാലത്തൊരു യുദ്ധം ജയിക്കാനാവില്ല എന്നൊരിക്കൽ കൂടെ തെളിയുകയാണ്. യുദ്ധത്തിന് മേൽക്കൈ ഉണ്ടാകാം, ഒരുപക്ഷെ നഷ്ടങ്ങളുണ്ടാകാം, പക്ഷേ പൂർണ്ണമായി ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ കാണുന്നതല്ലേ.
ഉക്രൈൻ ഏതാനും ദിവസം കൊണ്ട് തകർക്കാനാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. അതുകൊണ്ട് ഈ ചെറിയ ഗ്രൂപ്പായ ഹമാസിനെ പോലും ശക്തമായ രാജ്യമായി ഇസ്രായേലും അമേരിക്കയ്ക്കും ചേർന്ന് നിന്നുകൊണ്ട് പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസിൻ്റെ പ്രഹരശേഷി കുറയ്ക്കാൻ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് തുടരുമ്പോൾ ഗൂഢമായ ചില പദ്ധതികൾ, അത് ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ പദ്ധതിയാണ്, ലാൻഡ് അമാസിംഗ് പദ്ധതിയാണ്. എക്കാലത്തും ഇസ്രായേൽ ചെയ്തിരുന്നത് ആദ്യം 1940-കളിൽ പറന്നിറങ്ങിയ സമയം മുതൽ 48-ൽ രാജ്യം സ്ഥാപിച്ചത് മുതൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഗാസയുടെ മണ്ണിലേക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള അവസരമായി കൂടി ഇസ്രായേൽ ഏറ്റവും ലേറ്റസ്റ്റ് ഘട്ടത്തിൽ ഇത് കാണുന്നു. അതുകൊണ്ട് ഗാസ ഇനിയിപ്പോൾ 365 സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്നത് ഇനിയിപ്പോൾ യുദ്ധാനന്തര ഗാസ അത്രയും ഭൂമി ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്.